ഹലോ കൂട്ടുകാരെ, അജിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ബർഗർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബർഗറൊക്കെ എപ്പോഴും നമ്മൾ വെളിയിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ബർഗറിൻ്റെ ഇത് വാങ്ങിച്ച് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഇതിൽ നല്ല വ്യത്യസ്തമായിട്ട് സിംഗർ ബർഗറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, മക്കൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. മക്കൾക്ക് മാത്രമല്ല നമുക്കും വലിയവർക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ബർഗർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അത് ഇതേപോലെ സ്ലൈസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, അര ടീസ്പൂൺ മുളക് പൊടിയും, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ഒറിഗാനോ ഓപ്ഷനിലാണ്. അതിലേക്ക് കുറച്ച് തൈരും കൂടെ, ഒരു ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ലൈസാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് ഒത്തിരി നേരം ഒന്നും വെക്കണ്ട, അപ്പം തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് മൈദയും 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുക. ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, 1/4 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നന്നായി ഈ മൈദയുടെ ബാറ്റർ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് മാറ്റി വെക്കുക. വീണ്ടും നമുക്ക് ഒരു പാത്രത്തിലേക്ക് അര കപ്പ് പാലും അതിലേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കനെ ആദ്യം നമ്മൾ മൈദയുടെ പൊടിയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് നമ്മൾ പാലും മുട്ടയുടെ മിശ്രിതത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളുടെ മൈദയുടെ ബാറ്ററിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൈദയൊക്കെ മാക്സിമം അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ചിക്കൻ പീസും അങ്ങനെ നമുക്ക് മുക്കിയെടുത്ത് മാറ്റി വെക്കാം. അതിന് വീണ്ടും നമുക്ക് ഈ ബർഗർ തയ്യാറാക്കാനായിട്ട് കുറച്ച് പൊട്ടറ്റോ ചിപ്സ് വേണം. അപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൊട്ടറ്റോയാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൊട്ടറ്റോ സ്ലൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. വറുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ബർഗർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഈ പൊട്ടറ്റോ ചിപ്സ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം നമുക്കിതിലേക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ നമ്മളുടെ ഈ മൈദയൊക്കെ കരിഞ്ഞു പോയിട്ട് ചിക്കൻ ഒരിക്കലും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചിക്കൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ക്രിപ്സിനെസ് ഒക്കെ വരും. ആ മൈദയും ആ ചിക്കനും ഒക്കെ വെന്തിട്ട് നല്ല ക്രിപ്സി ആയിട്ട് നമ്മൾ KFC ഒക്കെ കഴിക്കുമ്പോൾ കാണാറില്ലേ, അതേപോലത്തെ ആ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കന് ഫിംഗറിൻ്റെ വലിപ്പത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. വീണ്ടും നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബർഗർ ബൺസൊക്കെ നമുക്കിത് ചെറുതായി ചൂടാക്കി കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെയ്ത ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബർഗറിന്. അപ്പോൾ ഇതിൻ്റെ സോസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 3 ടീസ്പൂൺ മയോനീസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം 3 ടീസ്പൂൺ മയോനീസിന് 2 സ്പൂൺ കെച്ചപ്പ്, 2 സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ജസ്റ്റ് പാനിലിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഈ മയോനൈസ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഈ സ്വീറ്റും കെച്ചപ്പിൻ്റെ പുളിയും മയോനൈസിൻ്റെ ആ ടേസ്റ്റും മുളകിൻ്റെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ബർഗറിന്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ ഞാൻ സ്വീറ്റ് ചില്ലി സോസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബർഗർ ബണ്ണിലേക്ക് രണ്ട് സൈഡിലേക്കും ഈ സോസ് നമുക്ക് നല്ലതായിട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ടൊമാറ്റോയുടെ പീസ് സ്ലൈസ് ചെയ്തതും ഒരു ഒണിയൻ സ്ലൈസ് ചെയ്തതും അതിൻ്റെ കൂടെ ഒരു ലെറ്റ്യൂസിൻ്റെ ഇല വെക്കുക. വീണ്ടും നമുക്ക് വേണ്ടത് ചീസാണ്, ബർഗർ ചീസ്. അത് നമുക്ക് മുകളിലും താഴെ ഓരോ പീസ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം വെച്ചാൽ മതി. അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളെടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോയുടെ ചിപ്സും നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചതിന് ശേഷം 2 ബണ്ണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കാരണം അപ്പോൾ ആ ചീസൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടും, അല്ലാതെയും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊരു ചെറിയൊക്കെ വെച്ച് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഈ സിംഗർ ബൺ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.